ഫുട്ബോൾ പ്രേമികൾ ആവേശപൂർവ്വം കാത്തിരിക്കുന്ന വയനാട് പ്രീമിയർ ലീഗിന് കിക്ക് ഓഫ് വിസിൽ മുഴങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രം. ഫെബ്രുവരി 19 SKMJ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക. ടൂർണമെന്റിലെ അവസാനഘട്ട മിനുക്കുപണിയിലാണ് സംഘാടകർ. കേരള ഫുട്ബോൾ അസോസിയേഷന്റെ അംഗീകാരത്തോടെ സംഘടിപ്പിക്കുന്ന ടൂർണമെന്റിൽ പ്രാഥമിക റൌണ്ടിൽ ലീഗ് അടിസ്ഥാനത്തിലും തുടർന്ന് നോക്കൌട്ട് വിഭാഗത്തിലുമായാണ് മത്സരങ്ങൾ നടക്കുക. രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രമുഖ ക്ലബ്ബുകൾക്ക് പുറമെ കേരള ഫുട്ബോൾ അസോസിയേഷന്റെ അനുമതി നേടിയ മറ്റു പ്രമുഖ ക്ലബ്ബുകളുമാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. എല്ലാ സൗകര്യത്തോടും കൂടിയുള്ള ഒരു ഇതും അതുപോലെ തന്നെ ടീം വയനാട് ജില്ലയിൽ നിന്നുള്ള ടീമാണെങ്കിൽ തന്നെ ഒരു 2 വയനാട്ടുകാരെ നിർബന്ധമായും 3 സ്റ്റേറ്റ് ദേശീയ തലത്തിലുള്ള കളിച്ച കളിക്കാർ 2 ഫോറിനേഴ്സ് എല്ലാ ടീമിലും നിർബന്ധമാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള 40ഓളം ടീമിൽ നിന്നും സോർട്ട് ചെയ്തിട്ടാണ് 16 ടീം സെലക്ട് ചെയ്തിട്ടുണ്ട്. ടീമുകളുടെ സെലക്ഷൻ കഴിഞ്ഞ ദിവസം പൂർത്തിയായി. ജില്ലയുടെ ഫുട്ബോൾ പാരമ്പര്യം പ്രധാന മാനദണ്ഡമായി കണക്കാക്കിയാണ് സെലക്ഷൻ നടത്തിയത്. ഇത്തരത്തിൽ തിരഞ്ഞെടുത്ത 16 ടീമുകളാണ് 4 ഗ്രൂപ്പുകളിലായി മത്സരിക്കുന്നത്. ടീമുകളിൽ വിദേശ കളിക്കാർ, ദേശീയ താരങ്ങൾ, ISL താരങ്ങൾ എന്നിങ്ങനെ വൻ താരനിര സാന്നിധ്യമുണ്ടാകും. ഒരു ദിവസം 2 കളികളാണ് നടക്കുക. 25 മിനിറ്റ് വീതമുള്ള 2 പകുതികളായാണ് മത്സരം. ഒരു ടീമിന് രജിസ്റ്റർ ചെയ്യാവുന്ന 12 പേരിൽ 2 വിദേശ കളിക്കാരും 2 വയനാട്ടുകാരും 2 ഗോൾ കീപ്പർമാരും നിർബന്ധമാണ്. ബാക്കിയുള്ളവരെ രാജ്യത്ത് എവിടെ നിന്നും തിരഞ്ഞെടുക്കാം. ഓഫ്സൈഡ് നിയമം ഉണ്ടാവില്ല. ഓരോ പ്രദേശത്തെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഇറങ്ങുന്ന ടീമുകൾ ആ നാടിന്റെ വികാരമായി കളികളത്തിൽ നിറഞ്ഞാടുന്നതോടെ മത്സരങ്ങൾ തീപാറുമെന്നത് തീർച്ചയാണ്. കാണികൾ സ്റ്റേഡിയം ഇളക്കിമറിക്കുന്നതോടെ വരും ദിനങ്ങൾ ജില്ലയുടെ ഉത്സവ ദിനങ്ങളായിരിക്കും. വയനാട് വിഷൻ, കൽപ്പറ്റ.